ഹായ് ഓൾ, ദിസ് ഇസ് ഓഗസ്റ്റ് 15th സാറ്റർഡേ 12 AM കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞാനും അലനും ഷിബുവും കൂടെ പുലിമുട്ടിൽ പോയിരുന്നു ഡിന്നർ കഴിച്ചു. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ തുടങ്ങിയത് ഇവർക്കൊപ്പമായിരുന്നു. രാത്രി കിടന്നപ്പോൾ വൈകിയെങ്കിലും രാവിലെ നേരത്തെ എണീക്കണമായിരുന്നു. നമുക്ക് സ്കൂളിൽ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും റാലിയും ഒക്കെ ഉണ്ട്. കുക്കു ഞാനും സ്കൂളിലേക്ക് പോവും. ആലൻ രാവിലെ സിസിജിയിലേക്ക് പോയിട്ടുണ്ട്. അമ്മയും നിലുവും നല്ല ഉറക്കമാണ്, പതുക്കെയൊക്കെ എണീറ്റ് വരത്തുള്ളൂ. എനിക്കും അമ്മയ്ക്കുമായിട്ട് ഞാൻ ഓരോ കോഫി ഇട്ടു. കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് കോഫി ഇടുന്നതെന്ന് ചോദിച്ചിരുന്നു. അത് ആക്ച്വലി നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്താൽ മതി. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ കോഫി ആവും. പക്ഷേ സാധാ വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട കാപ്പിപ്പൊടി ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി കടൽ ഓഫ് ദ ഡേ. എന്നാൽ പിന്നെ ആദ്യത്തെ ചിയേഴ്സ് കടലിന് തന്നെ ഇരിക്കട്ടെ. ഹിയർ ഇസ് ടു 34. എൻ്റെ 34ാമത്തെ വയസ്സ്. ഞാൻ മേലെ നിന്ന് കൈ കാണിച്ചത് അമിലിനാണ്. അവൻ രാവിലെ ഉറക്കം എണീറ്റ് 7 മണി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. 8:30ക്കാണ് സ്കൂളിൽ ചെല്ലേണ്ടത്. കുക്കുവിനെ ഉണർത്തുന്ന പരിപാടി ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് ലില്ലിയംജിക്ക് സ്തുതി പറയാനായിട്ട് വന്നു. ഞാൻ എത്തുമ്പോൾ ഇവിടെ കൊച്ചുവപ്പ ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആളെത്തി. ഇന്നാണ് ബിസ്മിയുടെ നിശ്ചയം. അതിന് പോകാനായിട്ടാണ് ഇവന്മാർ ഈ വണ്ടിയൊക്കെ വൃത്തിയാക്കുന്നത്. നിശ്ചയത്തിന് പോകാനുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ ലഞ്ച് ഉണ്ടാക്കണ്ട, പിന്നെ വൈകുന്നേരം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. എല്ലാവരും ഉള്ളതല്ലേ. അമിലും കുക്കുവും കൂടെ സൈക്കിൾ ചവിട്ടി സ്കൂളിലേക്ക് പോയി. ഞാൻ ടീച്ചേഴ്സിന് കൊടുക്കാനുള്ള ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും മേടിക്കും എല്ലാവർക്കും കൊടുക്കാനായിട്ട്. വടയും ചട്നിയുമായിരുന്നു ഞാൻ മേടിച്ചിരുന്നത്. സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം തൊട്ട് അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ടീച്ചേഴ്സിന് കൊണ്ടുവരുന്നത്. പിന്നെ എന്നെ ജിതിൻ സ്കൂളിലേക്ക് വിട്ടു. ഡാഡ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും. പിന്നെ കുക്കു സാറിൻ്റെ പ്ലെഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം. പിന്നെ നമുക്കൊരു ചെറിയ റാലിയും കൂടിയുണ്ട്. ഇരുപുരം ജംഗ്ഷൻ വരെ പോയിട്ട് കുട്ടികൾ തിരിച്ചു വരും. അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടികളൊക്കെ. ഞാൻ ചെന്ന പാടെ തന്നെ മമ്മി കെട്ടിപ്പിടിച്ച് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. സ്റ്റാൻഡ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വിഷും കൂടി ഉണ്ടാവും. അത് ക്യാമറയിലാക്കാം. ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് ടു ഓൾ. തിരിച്ച് വീട്ടിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടുന്ന് നടക്കാൻ കൂട്ടിന് സിബിയും സുജാമിസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക്. രാവിലത്തെ ഒരു കോഫി മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. കുക്കു പിന്നെ ഒരു ഏത്തപ്പഴം കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് വന്നത്. ഞാൻ എത്തുമ്പോഴേക്ക് ഇവിടെ വന്ന് ബ്രെഡിൽ ന്യൂട്ടലയൊക്കെ തേച്ച് കഴിക്കാൻ റെഡിയായിട്ടിരിക്കുന്നു. ഇന്നലെ പണി കഴിഞ്ഞിട്ട് നമ്മൾ ടിവിയും സ്പീക്കറും ഒന്നും കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അവൻ TV കാണാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഫിഷ് ടാങ്കും നിറച്ചിട്ടില്ല. അത് അലൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്യും. എത്തിയിട്ടേ ഉള്ളൂ ആള്. ഞങ്ങളിങ്ങ് തിരികെ എത്തിയപ്പോഴാണ് നിലു എണീറ്റത്. സ്കൂളിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും രാവിലെ ഞാൻ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ എൻ്റെ തോളത്ത് തന്നെ ഇരുന്നേനെ. റാലിയൊക്കെ ഞാൻ ഇവനെയും കൊണ്ട് നടക്കേണ്ടി വന്നേനെ. 11:30ക്കാണ് നിശ്ചയം. ഒരു സെറ്റ് നാത്തൂന്മാരെയാണ് എനിക്ക് കിട്ടാനുള്ളത്. ഇപ്പോൾ ഈ ഉള്ള തലകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രൂമിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെന്തേ ചർച്ചിലേക്ക് എത്തി. വെൽക്കം ഡ്രിങ്ക് ഒരു 3-4 വെറൈറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആദ്യം എടുത്തത് അവനങ്ങോട്ട് ബോധിച്ചില്ല. അമിലിതേ ഫംഗ്ഷനും ഉണ്ടായിരുന്നു. പിന്നെ ഈ 3 പേരെ ഞാൻ ചോറ് കഴിക്കാൻ നേരത്തെ തപ്പിപ്പിറക്കിയാണ് കണ്ടുപിടിച്ചത്. ചടങ്ങുകളൊക്കെ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് അകത്ത് കഴിഞ്ഞിരുന്നു. പിന്നെ സ്ഥലത്തെ പ്രധാന പയ്യൻസിൻ്റെയൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്നു. വിശപ്പൊന്ന് കൂടുമ്പോൾ അകത്തേക്ക് പോകാമെന്ന് കരുതി. മെനു ഒക്കെ നല്ല ഗ്രാൻഡാണ്. ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വിശക്കണമല്ലോ. കാറ് നല്ല പൂക്കിയായിട്ടുണ്ട് കാണാൻ. എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ വിശദമായിട്ട് എനിക്ക് ചിന്നുവിനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ചിന്നു ജിതിൻ്റെ കുട്ടി. പിന്നെ ഈ കാണുന്നത് എൻ്റെ കുട്ടി സാവിയോച്ചൻ. അവൻ എന്നെയും തിരക്കി വീട്ടിലേക്ക് വരാനിരുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചേർച്ചിലുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 2-3 പന്തി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. ഇത് ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്നൊരു സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്റ്റേജിലോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ഇതൊരു വലിയ ഫാമിലി ആയിരുന്നു. ഒത്തിരി ആൾക്കാർ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയും വീട്ടിൽ വന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. ചോറും കറികളും ഒക്കെ പുറകെ ഉണ്ടായിരുന്നു. മീൻകറി, തോരൻ, അവിയൽ, ചെമ്മീൻ ഫ്രൈ, ബീഫ് റോസ്റ്റ് എല്ലാം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ മാർത്താണ്ഡത്തു നിന്ന് ഇങ്ങ് കുരിശുമൂട്ടിലേക്ക് എത്തിക്കാൻ പോണ ചിന്നു.
പിന്നെ ഇനിയിപ്പോൾ ഇവരെ ഒന്നും ഞാൻ വീണ്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കണ്ണനും ബായും ഷാബിനും ഒക്കെ ദേ ഈ ഒരു കോർണറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആലനും ജാക്കി ഇവിടെ ഉണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ആക്കാം എന്ന് അലൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്ന് തോന്നുന്ന ടീംസൊക്കെ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവൻ അതിൽ പെടും. തലയൊന്ന് ബെഡിലേക്ക് വെക്കേ വേണ്ടു, കണ്ണൻ അപ്പം ഉറങ്ങും. നീ എങ്ങനെടാ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ബെഡിൽ കിടന്നിട്ട് ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഒരു 2 മിനിറ്റ് കിടന്നാൽ മതി, ഉറങ്ങിപ്പോകുന്നതാണ്. ഞാനും ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് 5:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. എനിക്കും സാവിയോച്ചനും ചായ ഉണ്ടാക്കണം, കുക്കുവിന് പാലും കൊടുക്കണം. ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോയപ്പോഴേക്ക് നിലുവും അമ്മയും കൂടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഷാബിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ നിലു നല്ല ഉറക്കമാണെന്ന് പറഞ്ഞു. സാവിയോച്ചന് മധുരം ഇടാത്ത ചായയാണ് ഇഷ്ടം, അവന് മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നാണ് അവൻ പറയുന്നത്. കുക്കുവിന് പാലും ഒന്ന് ചൂടാക്കി എടുക്കണം. ഞങ്ങൾക്കുള്ള ചായയുടെ വെള്ളമൊക്കെ വെച്ചു. ഇതാണെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് ഗ്യാസ് കത്തിച്ച് ഈ വീട്ടിൽ ചെയ്യുന്ന ആകെയുള്ള പരിപാടി. പക്ഷെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു, റെസ്റ്റ് ഡേ ആയിരുന്നു ആക്ച്വലി. കഴിക്കുക, ഉറങ്ങുക, ഫ്രഷ് ആവുക, വീണ്ടും കഴിക്കുക. ഗ്യാസിൻ്റെ റിവ്യൂ പറയുമോ സ്റ്റവിൻ്റെ റിവ്യൂ പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്കങ്ങനെ ആധികാരികമായിട്ട് അതിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ അറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ റിവ്യൂ. ഞാനിപ്പോൾ മേടിച്ചിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്കറിയാം. ചെറുതായിട്ട് ഒരു സൈഡിലൊക്കെ തുരുമ്പുണ്ട് അവിടെ ഇവിടെയും. പിന്നെ ഈ ഉപ്പ് കാറ്റത്ത് ഇതുകൊണ്ട് വെച്ചിട്ട് തുരുമ്പടിക്കത്തില്ല എന്നൊന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങളുടെയൊക്കെ അങ്ങനെ കടലിൻ്റെ അടുത്ത് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് സാധനങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഗ്യാസ് സ്റ്റവ് അടിപൊളിയാണ്, അങ്ങോട്ട് വെക്കേ വേണ്ടു. ഷടപടാവുന്ന സാധനങ്ങൾ ചൂടാവും. 4 ഗ്യാസ് സ്റ്റവ്, 4 അടുപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ഉപകാരമാണ്, പെട്ടെന്നെല്ലാം ആവും. പിന്നെ ലുക്ക്, ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടാനുള്ള സാധനം ഉണ്ടത്. സാധാരണ ഈ ഹോബൊക്കെ മേടിക്കാൻ നേരം ഈ ഒരു സ്റ്റവ് കണ്ടപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചത് 10-15 രൂപയായി കാണൂല്ലേ എങ്ങനെയാണ്. കഴിഞ്ഞ ഒക്ടോബറിലോ നവംബറിലോ മറ്റോ ആണ് കിച്ചൺ റിനോവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 5999 രൂപയാണ് ഇതിനായത്. ഇപ്പോൾ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇനി TV യൂണിറ്റിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ അറൗണ്ട് 85K എനിക്ക് ഇതുവരെ മെറ്റീരിയൽസിന് ചിലവായിട്ടുണ്ട്. കംപ്ലീറ്റ് ബില്ല് തന്നിട്ടില്ല. അതിൻ്റെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചൺ കബോർഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെക്കാളും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി ആ പാനൽസൊക്കെ. പിന്നെ അത്രയും ലൈറ്റ് വർക്ക്സ് ഒക്കെ വന്നതിൻ്റെ പ്ലസ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന വിൻഡോ ഫുള്ളി കവർ ചെയ്തു, സീൽ ചെയ്തു. അപ്പോൾ അത്രയും മെറ്റീരിയൽ അവിടെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എക്സാക്ട്ലി എനിക്കറിയത്തില്ല, പ്രീമിയം WC ഷീറ്റോ അങ്ങനെ എന്തോ ആണത്. അലുമിനിയം ഫാബ്രിക്കേഷനാണ്, വുഡല്ല നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. TV യൂണിറ്റിൻ്റെയും ഓൾട്ടറിൻ്റെയും പണിക്കിടയിൽ കിട്ടിയ കഷ്ണങ്ങൾ വെച്ചിട്ട് കുക്കു സാർ പണിഞ്ഞിറക്കിയേക്കുന്ന 2 സാധനങ്ങളാണ് ഈ കാണുന്നത്. മരിയമോളുടെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴേക്ക് ചേച്ചിയും മമ്മിയും ഒക്കെ എത്തി. ചേച്ചി 2 കേക്ക് കൊണ്ടുവന്നിരുന്നു. ഞാൻ പറഞ്ഞു രാവിലത്തെ കെട്ടിപ്പിടുത്തൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെല്ലയും ഡാർലും ഒക്കെ ഇപ്പോഴാണ് വിഷ് ചെയ്യുന്നത്. പിള്ളേർ രാവിലെ സ്കൂളിൽ പോയിരുന്നു. പിന്നെ ആരോ കോമന്റിൽ പറഞ്ഞിരുന്നു ഫിഷ് ടാങ്ക് TV യൂണിറ്റിൻ്റെ അടുത്ത് വെക്കരുതെന്ന്. ഡാഡ് കൊടി ഇറക്കിയിട്ട് വരും എന്നാണ് കേട്ടോ മമ്മി പറയുന്നത്. സ്കൂളിൽ പോയിട്ട് ഡാഡയും ഡാർലും കൂടെ പിന്നീട് ഇങ്ങോട്ടേക്ക് നടന്നു വരും. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഫിഷ് ടാങ്കും TV യൂണിറ്റിൻ്റെ ഇടയിൽ നല്ലൊരു പാർട്ടീഷനുണ്ട്. യാതൊരു തരത്തിലുള്ള കണക്ഷനും അവിടെ ഇല്ല. എന്നാൽ കേക്ക് മുറിക്കാം. രണ്ട് കേക്ക് ഉണ്ടായിരുന്നല്ലോ, ഒന്നിൽ റൈറ്റിങ്സ് ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് പ്ലെയിൻ ആയിരുന്നു. അതെല്ലാം മുറിച്ചിട്ട് ഞാൻ അപ്പുറത്തെ സേറമോളുടെ വീട്ടിലും പിന്നെ ഷേളി ചേച്ചിയുടെ വീട്ടിലും പിന്നെ നെയ്ബേഴ്സിനും ഒക്കെ കൊണ്ടു നടന്ന് കൊടുത്തു. പപ്പയും കൊച്ചുപപ്പയും ഒക്കെ നമ്മുടെ പാടിയിലായിരുന്നു ഇരുന്നത്. ഇതാണ് പാടി. ഞാൻ പാടി എന്ന് പറയുന്നത് ഞങ്ങളതിനെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാവരും കൂടെ കെട്ടിയതാണ്. പാടിയുടെ അത്ര പെർഫെക്ഷൻ അതിനില്ല, എന്നാലും ഞങ്ങളുടെ പാടി. വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കോസ്മിക് ഇവൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെ ദേ എൻ്റെ അപ്പനും ഇവിടെയുണ്ട്, എൻ്റെ അമ്മയും ഇവിടെയുണ്ട്. ലൂയിസിനെയൊക്കെ വിളിച്ചപ്പോൾ അവന്മാർ എന്തോ നല്ല തിരക്കിലാണ്, കുറച്ച് കഴിയുമ്പോഴേക്ക് വരാമെന്നാണ് പറഞ്ഞത്. വിച്ചുവിൻ്റെ വീട്ടിൽ എപ്പോൾ പിറന്നാളുണ്ടായാലും അവൻ ഇവിടെ ഒരു തൂക്ക് പായസം കൊണ്ടുവരും. ഇവിടെ പായസം ഉണ്ടാക്കാത്തതുകൊണ്ട് ഓർഡർ ചെയ്ത ഫുഡിൽ കുറച്ച് ഞാൻ അങ്ങോട്ടേക്ക് അവൻ്റെ കയ്യിൽ വെച്ച് പാഴ്സൽ ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൂയിസും ടീമും എത്തി. പിന്നെ വരാം എന്ന് പറഞ്ഞതിന് പിന്നിൽ ഇങ്ങനൊരു കാരണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മിനി ആൻറ്റിയും കടയടച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഒരു കേക്കുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്യണം. നാളെ ബിസ്മിയുടെ മധുരം വെപ്പും മറ്റന്നാളെ കല്യാണവും ഉണ്ട്. അപ്പോഴേക്ക് നമ്മുടെ പെരുന്നാളിൻ്റെ തിരക്കുകൾ ഇങ്ങെത്തും. പിന്നെ ഓണം, ക്രിസ്മസിന് ഇതിൽ പലരും കാണാത്തത് കൊണ്ട് ക്രിസ്മസ് കുറച്ച് മുന്നേ റീക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. നടക്കുമോ എന്തോ, നടന്നാൽ ഞാനത് കാണിക്കാം. അപ്പം നമുക്ക് അടുത്ത കേക്ക് കട്ട് ചെയ്യാം.
the ground, but I still get by. Rules were made for someone else to try, but not me, not me. They said slow down, son, take your time, but I was born running every stop sign. Sky is the limit, no chance to hold. Sky is the limit, I'm breaking the mold. Sky is the limit, I'm out of control tonight. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മമ്മിയും ഡാഡയും ചേച്ചിയും ഒക്കെ പോയി, അളിയനും മക്കളും പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം കടപ്പുറത്തിരുന്നു. മനോഹരമായ മറ്റൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു.